ഈ മുളക്കൂട്ടിലെ കോളനി നമ്മൾ വേറൊരു കൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ്. ആ കൂടിൻ്റെ അകത്ത് ഫംഗസ് കയറിയപ്പം നമ്മൾ ഈ കൂട്ടിലോട്ട് ഇതിനെ മാറ്റി കൊടുത്തതാണ്. ഈ കോളനി ഫംഗസ് പിടിച്ചതുകൊണ്ട് ഗ്രോത്ത് വളരെ കുറഞ്ഞു പോയി. നമ്മളങ്ങനെയാണ് ഈ കൂട്ടിലോട്ട് ഇതിനെ മാറ്റിയത്. ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ കൂട് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഈച്ചകളുടെ എണ്ണമൊക്കെ കുറവാണ്. എന്തായാലും റാണിയുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് തേന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ടിൽ തേനും പൂമ്പൊടിയൊക്കെ വളരെ കുറവാണ്. പുറത്ത് പോകാൻ ഈച്ചകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തേനിൻ്റെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് വേറൊരു കൂട്ടിൽ നിന്ന് തേൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വേറൊരു കോളനിയിൽ നിന്ന് കുറച്ച് തേന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ കൂട്ടിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ചിരട്ടയിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നേക്കുവാണ്. തേൻ വേറൊരു കൂട്ടിൽ നിന്ന് നമ്മൾ എടുക്കുമ്പം അധികം പൊട്ടി ഒലിക്കാത്ത ഒരു കഷ്ണം വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. പൊട്ടി ഒലിച്ച് കഴിഞ്ഞാൽ ഈച്ചകൾ അതിൻ്റെ അകത്ത് വീണ് ചത്തുപോകും. ഈ കൂട് മാറ്റുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കൂടിന് മേളിലൊരു അറ ഹണി ചേമ്പറായിട്ട് ഉള്ളതാണ്. നമ്മൾ തൽക്കാലം ഈ കൂടിൻ്റെ ഗ്രോത്ത് അറിയാനായിട്ട് അത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചേക്കുവാണ്. കുറച്ച് കഴിയുമ്പം ഈ കൂട് നല്ല ഗ്രോത്ത് ആകുമ്പോൾ നമ്മൾ ഹണി ചേമ്പറോടെ വെച്ച് കൊടുക്കും. തേൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂട് നമ്മൾ അടച്ച് ഇരുന്നിടത്ത് തന്നെ വെച്ച് കൊടുക്കാം. എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുന്നുണ്ടെങ്കിലും ആരും സബ്സ്ക്രൈബും ലൈക്കും ഒന്നും ചെയ്യാറില്ല. വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ലൈക്കും സബ്സ്ക്രൈബും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.